നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചൊവ്വല്ലൂർപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കൂറ്റൻമാവിന്റെ വലിയ കൊമ്പ് പൊട്ടി വീണ് വ്യാപക നാശം. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും വീടുകളുടെ മതിലുകളും മറ്റും തകർന്നു. സിസിടിവി ഉൾപ്പെടെയുള്ളവയുടെ ഫൈബർ കേബിളുകളും നശിച്ചു. ഒരു ഓട്ടോറിക്ഷയ്ക്കും നാശനഷ്ടം. പഴുന്നാന ഐനൂർ കുന്നിൽ അപകടകരമായ മണ്ണെടുപ്പെന്ന് ജനകീയ സമരസമിതി. ഞായറാഴ്ച പ്രതിഷേധ ബഹുജന റാലി സംഘടിപ്പിക്കും. മണ്ണ് ഖനനം ചെയ്യാൻ അനുമതി നൽകിയ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടിയും വിജിലൻസ് അന്വേഷണവും വേണമെന്ന് ഐനൂർ കുന്ന് സംരക്ഷണ സമിതി ഭാരവാഹികൾ. 53 ദേശങ്ങൾക്ക് അധിപയായ അരുവായ് ചിറവരമ്പത്തുകാവ് ഭഗവതിയുടെ ക്ഷേത്രത്തിലെ പൂരവേല മഹോത്സവം ഞായർ തിങ്കൾ ദിവസങ്ങളിലായി ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. പൂരാഘോഷം സിസിടിവി പ്രാദേശികം ചാനലിലൂടെ തത്സമയം. കുന്നംകുളം പ്രസ് ക്ലബിന്റെ 20ാമത് മാധ്യമ പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. 2024 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകൾ അവാർഡിനായി സമർപ്പിക്കാം. അവസാന തീയതി മാർച്ച് 15. പുരസ്കാര ജേതാക്കൾക്ക് 10,001 രൂപയും ബലകവും സമ്മാനിക്കും. വാർത്തകൾ വിശദമായി. ട്വിസ്റ്റുകൾ നിറഞ്ഞ സെമി ഫൈനൽ മത്സരത്തിനൊടുവിൽ കേരളം ചരിത്രത്തിലാദ്യമായി രഞ്ജി ട്രോഫി ഫൈനലിൽ പ്രവേശിച്ചു. അടിമുടി സസ്പെൻസ് നിറഞ്ഞ ത്രസിപ്പിക്കുന്ന സെമി പോരാട്ടത്തിൽ ഗുജറാത്തിനെതിരെ നേടിയ 1ാം ഇന്നിംഗ്സ് ലീഡിന്റെ അകമ്പടിയിലാണ് കേരളം ചരിത്രത്തിലാദ്യമായി രഞ്ജി ട്രോഫിയുടെ ഫൈനലിലേക്ക് പ്രവേശനം നേടിയത്. ഏറെക്കുറെ സാധ്യതകൾ അസ്തമിച്ചെന്ന് കരുതിയിടത്ത് നിന്ന് പൊരുതിക്കയറി ലീഡ് പിടിച്ചെടുക്കുകയായിരുന്നു. മറ്റൊരു സെമിയിൽ മുംബൈയെ പരാജയപ്പെടുത്തിയ വിദർഭയാണ് കലാശപ്പോരിൽ കേരളവുമായി ഏറ്റുമുട്ടുക. 7ന് 429 റൺസുമായി അവസാന ദിനം ഇറങ്ങിയ ഗുജറാത്തിനെതിരെ 28 റൺസിനിടെ 3 വിക്കറ്റ് എടുക്കണമെന്ന വലിയ വെല്ലുവിളിയായിരുന്നു കേരളത്തിനുണ്ടായിരുന്നത്. ഓരോ പന്തിലും ആവേശം നിറഞ്ഞ നിമിഷങ്ങൾക്കൊടുവിൽ അവസാന 3 വിക്കറ്റുകൾ നേടിയ കേരളം 455 റൺസിന് ഗുജറാത്തിനെ എറിഞ്ഞിട്ട് നിർണായകമായ 2 റൺസിന്റെ ലീഡ് സ്വന്തമാക്കിയാണ് ഫൈനലിൽ പ്രവേശിച്ചത്. നേരത്തെ ക്വാർട്ടർ ഫൈനലിൽ കാശ്മീരിനെതിരെ കേവലം 1 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡിലാണ് കേരളം സെമിയിലെത്തിയത്. രഞ്ജി ട്രോഫി ചരിത്രത്തിലെ തന്നെ ഏറ്റവും അപൂർവതകൾ നിറഞ്ഞ മത്സരഫലങ്ങൾക്കൊടുവിലാണ് കേരളം ആദ്യമായി ഫൈനലിലെത്തുന്നത്. ചൊവ്വല്ലൂർപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കൂറ്റൻമാവിന്റെ വലിയ കൊമ്പ് പൊട്ടിവീണ് വ്യാപക നാശം. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും വീടുകളുടെ മതിലുകളും മറ്റും തകർന്നു. സിസിടിവി ഉൾപ്പെടെയുള്ളവയുടെ ഫൈബർ കേബിളുകളും നശിച്ചു. ഒരു ഓട്ടോറിക്ഷയ്ക്കും നാശനഷ്ടമുണ്ടായി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. ചൊവ്വല്ലൂർപ്പടി KBM ഹോസ്പിറ്റൽ റോഡിലെ സെന്റ് ജോൺസ് സ്കൂളിന് മുന്നിലെ വീട്ടുവളപ്പിലെ മാവിന്റെ കൊമ്പാണ് നിലം പതിച്ചത്. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും വീടുകളുടെ മതിലുകളും മറ്റും തകർന്നു. സിസിടിവി ഉൾപ്പെടെയുള്ളവയുടെ ഫൈബർ കേബിളുകളും നശിച്ചു. ഒരു ഓട്ടോയ്ക്കും നാശനഷ്ടമുണ്ടായി. ഈ സമയം റോഡിൽ തിരക്കില്ലാത്തത് വലിയ അപകടം ഒഴിവാക്കി. സമീപത്ത് തന്നെയുള്ള സ്കൂളിന്റെ വാർഷികാഘോഷം 3 മണിക്കാണ് നിശ്ചയിച്ചിരുന്നത്. മരം വീണത് ഇതിന് ഏറെ നേരം മുമ്പായതിനാലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ട സമയമായതിനാലും ദുരന്തം ഒഴിവായി. 20ഓളം ഇലക്ട്രിക് പോസ്റ്റുകളും 12 വീടുകളുടെ മതിലുകളും തകർന്നു. ഈ സമയം ഈ വഴി സഞ്ചരിച്ചിരുന്ന ഓട്ടോയാണ് മരം വീണ് തകർന്നത്. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പള്ളിയിലേക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു 12:40 കഷ്ടിയാവണു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഈ വീട്ടിലെ ഒരു പണിക്കാരൻ വിളിച്ചുന്നെ. അപ്പോൾ ഞാനിവിടെ ചവിട്ടി നിർത്തിയപ്പോൾ ഈ സൈഡിലേക്കായി. അല്ലെങ്കിൽ എൻ്റെ ഇത് സാധനം സെൻറ്ററിലേക്കാണ് വീഴുക. സെൻറ്ററിലേക്ക് വീണ് അതിൻ്റെ ഉള്ളിലത്തെ കമ്പികളൊക്കെ എൻ്റെ മേലാവും കുത്തി കയറുക. ഇയാൾ വിളിച്ച കാരണം സെൻറ്ററിലേക്ക് വീണ് ചവിട്ടി നിർത്തുകയും ചെയ്തു. അപ്പോൾ ഈ സൈഡിലേക്കായി. ഞാൻ ഇപ്പോഴത്തെ ഈ സൈഡിലേക്ക് ചാടും ചെയ്തു. അതായത് പരിക്കൊന്നും പറ്റില്ല, വണ്ടിക്ക് മാത്രമേ പറ്റുള്ളൂ. ഗുരുവായൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റുന്ന പ്രവൃത്തി ആരംഭിച്ചു. KSEB ജീവനക്കാരും കേരള വിഷൻ കേബിൾ TV ടെക്നീഷ്യന്മാരും സിഗ്നൽ വിതരണം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വലിയൊരു ദുരന്തം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ. COA തൃശൂർ ജില്ലാ സോണൽ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. പേൾ റീജൻസിയിൽ നടന്ന സോണൽ കൺവെൻഷൻ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ, തൃശൂർ കേരള വിഷൻ MD T ജയപ്രകാശ്, KCCL MD VB ബിജു, കൺവീനറും COA ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ K ബിജുകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് ലിയോ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് ജോസ് തുടങ്ങി സംസ്ഥാന ജില്ലാ നേതാക്കൾ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ വാർഷിക അവലോകന റിപ്പോർട്ടും ട്രഷറർ CG ജോസ് സാമ്പത്തിക റിപ്പോർട്ടും വൈസ് പ്രസിഡന്റ് R മോഹനകൃഷ്ണൻ ജില്ലാ ബിസിനസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു.
53 ദേശങ്ങൾക്ക് അധിപയായ അരുവായ് ചിറവരമ്പത്തുകാവ് ഭഗവതിയുടെ ക്ഷേത്രത്തിലെ പൂരവേല മഹോത്സവം ഞായർ തിങ്കൾ ദിവസങ്ങളിലായി ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച പുലർച്ചെ 5-ന് ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, അഭിഷേകം, മലർനിവേദ്യം എന്നിവയും വിശേഷാൽ പൂജകളും നടക്കും. തുടർന്ന് 10:30 മുതൽ പറവെപ്പും ഉണ്ടാകും. 2:30-ന് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. കൊമ്പൻ പട്ടാമ്പി മണികണ്ഠൻ ദേവിയുടെ തിടമ്പേറ്റും. മേളപ്രമാണി വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിൽ 101 പേർ അണിനിരക്കുന്ന നടപ്പുരമേളം അകമ്പടിയാകും. 4 മണിയോടെ 42ഓളം പ്രാദേശിക പൂരാഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തും. 5:45-ന് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ കേരളത്തിലെ പേരുകേട്ട 50 ഗജവീരന്മാർ അണിനിരക്കും. തൃക്കടവല്ലൂർ ശിവരാജു, പുതുപ്പള്ളി കേശവൻ, ചിറക്കൽ കാളിദാസൻ, ഊട്ടോളി അനന്തൻ, ഗുരുവായൂർ നന്ദൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ, പാമ്പാടി രാജൻ തുടങ്ങിയ കൊമ്പന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അഴകാകും. പരമ്പരാഗത ആചാരവേല വരവോടെ പകൽപൂരം സമാപിക്കും. വൈകിട്ട് ദീപാരാധന, നിറമാല, ദീപക്കാഴ്ച, കേളി, പയ്യഴിപ്പറ, പഞ്ചാരിമേളം എന്നിവയ്ക്ക് ശേഷം രാത്രി 1 മണിക്ക് താലപ്പൊലിയോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളിക്കും. തുടർന്ന് കണ്ടിരുത്തി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും മധു കൊണ്ടുവരൽ എന്നിവയും രാത്രി പൂരാവർത്തനവും കരിനീലിക്കുള്ള വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തുന്ന പൂജയ്ക്ക് ശേഷം രാവിലെ 11-ന് പൂരത്തിന്റെ കൂറ വലിക്കും. തിങ്കളാഴ്ച വൈകിട്ട് 5:30 മുതൽ 25ഓളം പ്രാദേശിക വേലയാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള കാവടി, തകിൽ, നാദസ്വരം, തിറ, പൂതം, കാളി, കരിങ്കാളി, തെയ്യം തുടങ്ങിയ നാടൻ കലാരൂപങ്ങൾ ക്ഷേത്രത്തിലെത്തും. 10 മണിക്ക് നടക്കുന്ന വടക്കൽ വാതിൽക്കൽ ഗുരുതിയോടെ ഈ വർഷത്തെ പൂതവേല ആഘോഷങ്ങൾക്ക് സമാപനമാകും. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് KG ഗിരീഷ്, സെക്രട്ടറി PK രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ഷൈജു ബീറ്റ്, ജോയിന്റ് സെക്രട്ടറി EV അനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി 2 ദിവസങ്ങളിലായിട്ടാണ് ആഘോഷിക്കപ്പെടുന്നത്. ആദ്യ ദിവസമായ ഞായറാഴ്ച ആനപ്പൂരവും, 2ാം ദിവസം തിങ്കളാഴ്ച വേല, ഇങ്ങനെയാണ് ആഘോഷിക്കപ്പെടുന്നത്. അതായത് ശനിയാഴ്ച മുതൽ തന്നെ ക്ഷേത്രത്തിൽ പൂരത്തിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ആരംഭിക്കും. ഗാനമേള ഉണ്ടായിരിക്കും. ഞായറാഴ്ച കാലത്ത് ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഏകദേശം 10 മണിയോട് കൂടിയിട്ട് നടപ്പറ ഉണ്ടായിരിക്കുന്നതാണ്. ഏകദേശം 500ഓളം പറകൾ സമർപ്പിക്കുന്ന ഈ ചടങ്ങ് വളരെ ഭക്തി നിർഭരമായ ഒരു ചടങ്ങാണ്. മസ്തകത്തിൽ മുറിവേറ്റതിനെ തുടർന്ന് അതിരപ്പള്ളിയിൽ നിന്നും പിടികൂടി കോടനാട് അഭയാരണ്യത്തിൽ ചികിത്സ നൽകി വന്നിരുന്ന ആന ചെരിഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ ആന ഭക്ഷണവും വെള്ളവും എടുക്കുകയും മരുന്നുകളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഡോക്ടർമാർ ചികിത്സിക്കുന്നതിനിടെ ആന പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഹൃദയാഘാതമാകാം എന്നതാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മറ്റു വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ. കഴിഞ്ഞ മാസമായിരുന്നു മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ ആനയെ വനത്തിനുള്ളിൽ കണ്ടെത്തിയത്. ആനയുടെ മസ്തകത്തിലേറ്റ മുറിവ് മറ്റ് ആനകളുമായുള്ള സംഘർഷത്തിൽ പറ്റിയതാകാം എന്നായിരുന്നു നിഗമനം. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവൃത്തി അടിയന്തരമായി പൂർത്തിയാക്കാൻ മുരളി പെരുന്നെല്ലി MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നവീകരണ പ്രവൃത്തി വിലയിരുത്താൻ എത്തിയപ്പോഴാണ് MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. സിവിൽ വർക്കിന് 2.4 കോടി രൂപയും മെക്കാനിക്കൽ വർക്കിന് 2.62 കോടി രൂപ ഉൾപ്പെടെ 5.43 കോടി വകയിരുത്തിയുള്ള നവീകരണ പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി ടെൻഡറൊക്കെ കഴിഞ്ഞ് കുറച്ച് കാല താമസം വന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തന പരിപാടികൾ ഷട്ടർ മറ്റൊരിടത്ത് റിപ്പയർ ചെയ്ത് ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ബാക്കി പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു വരികയാണ്. നമുക്കറിയാം, ഇത് കൃഷിക്ക് കുഴപ്പമില്ലാത്ത രൂപത്തിലും കാര്യങ്ങളും മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത് കൊണ്ട് ഈ കാലവർഷത്തിന് മുമ്പ് പണി തീർക്കും വേണം. അങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ഈ കരാറുകാർ ഇപ്പോൾ ഇവിടെ അതിൻ്റെ ഏജന്റുമാരിവിടെ ഉണ്ട്. സമയബന്ധിതമായി തന്നെ ഈ പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവൃത്തി ഏപ്രിലിൽ പൂർത്തിയാക്കാനാകുമെന്ന് ഉദ്യോഗസ്ഥർ MLAക്ക് ഉറപ്പു നൽകി. പഴയ കോൺക്രീറ്റ് മാറ്റി പുതുക്കിയാണ് ഷട്ടർ സ്ഥാപിക്കുക എന്നും ആ പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ SK രമേശൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CV ബൈജു, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MN സജിത്ത്, AETA സിബു, മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ മൈനർ എഞ്ചിനീയറിംഗ് കോൺട്രാക്ടർ പ്രതിനിധി VP കിനാത്തഫ് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. കുന്നംകുളം
പ്രസ് ക്ലബിന്റെ 20ാമത് മാധ്യമ പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിക്കുന്നതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന തലത്തിൽ മികച്ച പ്രാദേശിക പത്രപ്രവർത്തകനും പ്രാദേശിക ചാനൽ റിപ്പോർട്ടർക്കും കുന്നംകുളം പ്രസ് ക്ലബ് നൽകിവരുന്ന പുരസ്കാരത്തിനാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. 2024 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ മലയാള പ്രഭാത ദിനപത്രത്തിലും പ്രാദേശിക ചാനലിലും പ്രസിദ്ധീകരിച്ച ജനറൽ റിപ്പോർട്ടുകളാണ് അവാർഡിനായി പരിഗണിക്കുന്നത്. മാധ്യമ സ്ഥാപനത്തിന്റെ എഡിറ്റർ സാക്ഷ്യപ്പെടുത്തിയ സൃഷ്ടികൾ 2025 മാർച്ച് 15 മുൻപായി സെക്രട്ടറി, പ്രസ് ക്ലബ്, സി-ഷേപ്പ് ബിൽഡിംഗ്, കുന്നംകുളം 680503 തൃശൂർ ജില്ല എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ്. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ലേഖകന്റെ പൂർണ്ണ വിവരങ്ങളും വാർത്തയുടെ 3 ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും ചാനലിൽ വന്ന വാർത്തയുടെ CD-യും കൂടി സമർപ്പിക്കണമെന്നും കവറിനു പുറത്ത് കുന്നംകുളം പ്രസ് ക്ലബ് അവാർഡ് 2025 എന്ന് എഴുതിയിരിക്കണമെന്നും പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ, സെക്രട്ടറി അജ്മൽ ചമ്മന്നൂർ എന്നിവർ അറിയിച്ചു. 20ാമത്തെ വർഷമാണ് കുന്നംകുളം പ്രസ് ക്ലബിന്റെ പുരസ്കാരം നൽകുന്നത്. ഈ പുരസ്കാരത്തിനുള്ള അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി മാർച്ച് 15 എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ ചെയ്തു വരാറുള്ള പോലെ അതാത് പത്രങ്ങളുടെ ലേഖകന്മാരെ അവർ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ഗ്രൂപ്പുകളിലും മറ്റും ഒക്കെ ഈ അവാർഡിന് വേണ്ടിയിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്നതിനൊപ്പം പരിചയമുള്ള ആളുകൾക്ക് ഇത് അയച്ചു കൊടുത്ത് ചാവക്കാട് നഗരസഭ 1-ാം വാർഡ് ആനത്തലമുക്കിൽ അഗ്നിബാധ. ചെങ്കോട്ട പടിഞ്ഞാറ് ഭാഗം വരെ കാറ്റാടിക്കൂട്ടവും പുല്ലും മരങ്ങളുമാണ് കത്തിനശിച്ചത്. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. ഗുരുവായൂർ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയെങ്കിലും തീ ആളിപ്പടർന്നതിനാൽ കുന്നംകുളം, നാട്ടിക എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സും പ്രദേശവാസികളും ചേർന്ന് 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. ഗുരുവായൂർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ S. ബിജു, കുന്നംകുളം SFRO ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി. വിവരമറിഞ്ഞ NK അക്ബർ MLA, നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വാർഡ് കൌൺസിലർ ഉമ്മുർ അഹമ്മദ് എന്നിവർ സ്ഥലത്തെത്തി. ചൂണ്ടൽ തായങ്കാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ആറാട്ടിനോടനുബന്ധിച്ചുള്ള ഉത്സവം ശനിയാഴ്ച ആഘോഷിക്കും. രാവിലെ 6-ന് പള്ളിക്കുറുപ്പ് ഉണർത്തലിനെ തുടർന്ന് മുളയെഴുതൽ, കാഴ്ച ശീവേലി എന്നീ ചടങ്ങുകൾ നടക്കും. ഉച്ചയ്ക്ക് മേലേക്കാവ് ക്ഷേത്രത്തിൽ നിന്നും പൂരം പുറപ്പാട് ആരംഭിക്കും. 3 മണിക്ക് മേളപ്രേമികളുടെ മനം നിറയ്ക്കുന്ന പഞ്ചവാദ്യം അരങ്ങേറും. വൈകിട്ട് പന്നിശ്ശേരി ദേശത്ത് നിന്നുള്ള പൂരവും ആളൂർ ദേശത്ത് നിന്നുള്ള പൂരവും ക്ഷേത്രാങ്കണത്തിലെത്തും. വൈകിട്ട് 6 മണിക്ക് നാടൻ കലകളും കാളകളിയും, 6:15-ന് കാവടിയാട്ടവും തെയ്യവും അരങ്ങേറും. 7:15-ന് ആറാട്ടുകുളി ചടങ്ങുകൾ നടക്കും. രാത്രി 8-ന് വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ പ്രമാണിത്വത്തിൽ പാണ്ടിമേളവും ഉണ്ടാകും. 10:15-ന് കൊടിയിറക്കത്തോടെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് AV വല്ലഭൻ, സെക്രട്ടറി ലക്ഷ്മി നാരായണൻ, ട്രഷറർ P. രാമചന്ദ്രൻ, ദേവസ്വം ഓഫീസർ TK ധന്യ എന്നിവർ ഉത്സവാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. അറിയിപ്പ്: വെള്ളിയാഴ്ച മുതൽ തുടങ്ങുവാൻ ഉദ്ദേശിച്ച കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ BC ടാറിംഗ് പ്രവൃത്തികൾ സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതല്ലെന്ന് KRFB അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കുന്നംകുളം വടുതല ഗവൺമെന്റ് UP സ്കൂൾ 105-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷവും വർണ്ണക്കൂടാരം ബോയ്സ് ടോയ്ലറ്റ് ഉദ്ഘാടനവും ശനിയാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 2:30-ന് നടക്കുന്ന ചടങ്ങ് ആലത്തൂർ MP K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ മുഖ്യാതിഥിയാകും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും. വഴിതെറ്റി വന്ന മൂങ്ങയെ കാക്കകളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിച്ച് വനം വകുപ്പ് അധികൃതരെ ഏൽപ്പിച്ച് KSRTC ഗുരുവായൂർ ഡിപ്പോ ജീവനക്കാരി ഗീത. രാവിലെയാണ് ഡിപ്പോയിലെ വർക്ക്ഷോപ്പിന് പുറകിൽ വെച്ച് മൂങ്ങയെ കണ്ടത്. ഇവിടെ ഇവരുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് കാക്കകൾ ഉപദ്രവിക്കുന്ന നിലയിലായിരുന്നു. തുടർന്ന് ഡിപ്പോയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ സുനിൽ മുഖാന്തരം വനം വകുപ്പ് അധികൃതരെ വിവരമറിയിച്ചു. പിന്നീട് വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി മൂങ്ങയെ കൊണ്ടുപോയി. രാവിലെ നമ്മളിവിടെ കുറച്ച് കൃഷിയുണ്ട്, അത് നനയ്ക്കാൻ വേണ്ടി വന്നപ്പോൾ ഇതിങ്ങനെ ഇരിക്കണം. അപ്പോൾ ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റി ആയിട്ടുള്ള സുനിയേട്ടനെ വിളിച്ചു. അങ്ങനെ അതിനെ നമുക്ക് പിടിച്ച് വനംവകുപ്പിന് കൈമാറാന്നുള്ള ഇതിലാണ് പിടിച്ചത്. എന്നിട്ട് ഫോറസ്റ്റിലേക്ക് കുറേ പ്രാവശ്യം വിളിച്ച് കിട്ടിയില്ല. പിന്നെ ഞാൻ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവരൊരു നമ്പർ തന്നു, അതിലേക്ക് വിളിച്ചിട്ടും കിട്ടിയില്ല. പിന്നെ ഞാൻ നമ്മുടെ വാർഡ് കൗൺസിലർ ശോഭാ ഹരിനാരായണനെ വിളിച്ചു, ചെയർമാൻ ദാസേട്ടനെയൊക്കെ വിളിച്ചു അറിയിച്ചു. അപ്പോഴത്തെ ഹെൽത്തിൽ നിന്ന് ആൾ വന്നു. അവർ നോക്കിയിട്ട് പറഞ്ഞു ഫോറസ്റ്റ് വരട്ടെ എന്നിട്ട് കൈമാറാം.
എന്ന് പറഞ്ഞു. ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം. ഭാഷാപരവും സാംസ്കാരികവുമായ വൈവിധ്യത്തെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബഹുഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിന്റെ രജത ജൂബിലി ആഘോഷം എന്ന പ്രത്യേകത കൂടി ഇത്തവണയുണ്ട്. 1999 നവംബർ 17 തീയതിയാണ് യുനെസ്കോ ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമായി ആചരിക്കാൻ പ്രഖ്യാപിക്കുന്നത്. 2008 ലോക ഭാഷാവർഷമായി പ്രഖ്യാപിച്ചതിലൂടെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഈ ദിനാചരണത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകുകയുണ്ടായി. ബംഗ്ലാദേശിൽ ആചരിച്ചുവരുന്ന ഭാഷാ പ്രസ്ഥാന ദിനത്തിന് അന്തർദേശീയ തലത്തിൽ ലഭിച്ച അംഗീകാരമെന്ന നിലയിലാണ് ലോക മാതൃഭാഷാ ദിനത്തിന്റെ ഉദ്ഭവമെന്ന് പറയാം. 1952 കിഴക്കൻ പാകിസ്ഥാനിൽ ഉറുദു ഭരണഭാഷയായി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ നടന്ന കലാപത്തിൽ ധാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ രക്തസാക്ഷിത്വം വരിച്ച ദിനമാണ് ഇന്ന്. പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടപ്പോൾ തന്നെ ഉറുദു ഏക ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ തന്നെ എതിർപ്പുകളും അവിടെ ഉയർന്നു വന്നിരുന്നു. ബംഗാളി മാതൃഭാഷയായ കിഴക്കൻ പാകിസ്ഥാൻ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിലെ ജനത അവരുടെ ഭാഷയ്ക്കു വേണ്ടി ശബ്ദമുയർത്തി. മറുപടി പോലീസിന്റെ വെടിയുണ്ടകളായിരുന്നു. 1952 ഫെബ്രുവരി 21 പിറ്റേന്നുമായി പലവട്ടം വെടിവെപ്പ് നടന്നു. നിരവധി പേർ മരിച്ചു വീണു. ഇത് കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനുള്ള പോരാട്ടമായി മാറി. ഒടുവിൽ ബംഗള ഭാഷ അംഗീകരിക്കപ്പെട്ടു. 6 മലയാളിക്ക് 100 മലയാളം, അര മലയാളിക്കും ഒരു മലയാളം, ഒരു മലയാളിക്കും മലയാളമില്ല എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ കവിത പോലെ മലയാളിക്കിന്ന് മലയാളമില്ല. നമ്മെ നാമാക്കിയത് മലയാളമാണ്. ഭാഷ പകർന്നു നൽകിയ വെളിച്ചമാണ്, സംസ്കാരമാണ്. മലയാളം പറഞ്ഞാൽ പിഴ വിധിക്കുമെന്ന വിദ്യാലയങ്ങളല്ല വേണ്ടത്. മാതൃഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാഭ്യാസ നയപരിപാടികൾ വേണം. മലയാളം പഠിക്കുക എന്നു പറഞ്ഞാൽ ഒരു ഭാഷ പഠിക്കുക എന്നു മാത്രമല്ല അർത്ഥം. നമ്മുടെ മാതൃസംസ്കാരത്തിന്റെ സത്ത് ആസ്വദിക്കുക എന്നതാണ്. ആ സംസ്കാരത്തെ അവഗണിക്കുകയെന്നാൽ നാടും മൂടും മറക്കുക എന്നാണ് അർത്ഥം. മാതൃഭാഷാ ദിനാചരണത്തിന്റെ 25ാം വാർഷികം ആചരിക്കുന്ന വേളയിൽ അമ്മ മലയാളത്തെ സംരക്ഷിക്കാം എന്നതാകട്ടെ നമ്മുടെ പ്രതിജ്ഞ. ലോക മാതൃഭാഷാ ദിനത്തിൽ കണ്ടാണിശ്ശേരി XLPR LP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ PJ സ്റ്റൈജു സെമിനാറിൽ ക്ലാസ് നയിച്ചു. കുട്ടികളിൽ അക്ഷരശുദ്ധി വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും വ്യക്തതയോടെ ഉച്ചരിക്കാൻ ചാർട്ടുകളുടെ സഹായത്തോടെ ഉച്ചാരണ സഹിതമാണ് സ്റ്റൈജു മാസ്റ്റർ ക്ലാസ് എടുത്തത്. പ്രധാനാധ്യാപിക PK ലില്ലി മാതൃഭാഷാ ദിനം ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ ലീന, ഏഞ്ചൽ, ധന്യ, സജ്ന എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളായ ഹലൻ, അലൻദേവ്, നിവേദ്, നിരഞ്ജൻ, അമേഹ് എന്നിവർ മാതൃഭാഷാ ദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഭാഷയ്ക്കും ദേശത്തിനും പ്രാധാന്യം നൽകി കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ കോവിലൻ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയ വിദ്യാലയമാണ് XLPR LP സ്കൂൾ. പുന്നേർകുളം കിഴക്കേച്ചെറായി കൊഴുപ്പമഠം ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിന് തുടക്കമായി. ഫെബ്രുവരി 20 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിലായാണ് വിവിധ പരിപാടികളോടുകൂടി ഉത്സവം ആഘോഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് പ്രത്യേക പൂജകൾക്കു ശേഷം ക്ഷേത്രം പ്രസിഡന്റ് കരിപ്പോട്ട് ശിവദാസൻ കൊടിയേറ്റം നടത്തി. തുടർന്ന് താലം, ദീപാരാധന, തായമ്പക എന്നിവയും ദുബായ് കമ്മിറ്റിയുടെ 45ാം വാർഷിക ഉപഹാരം സി കേരളം ഫെയിം ജാസിമും അശ്വിനും നയിച്ച സരിഗമപ നൈറ്റ് മെഗാ ഷോയുമുണ്ടായി. വെള്ളിയാഴ്ച വൈകിട്ട് ദീപാരാധന, തായമ്പക എന്നിവയ്ക്കു ശേഷം കൊടിയഞ്ചേരി സമുദായം വക ജനകീയ താലം എന്നിവ നടന്നു. 24-ാം തീയതി തിങ്കളാഴ്ച പടിഞ്ഞാറേച്ചറായി കളരിയിൽ നിന്നും നാട്ടുതാലവും 25-ന് ഡബിൾ തായമ്പകയ്ക്കു ശേഷം കൊഴപ്പാമഠം നൃത്തമയൂഖ അവതരിപ്പിക്കുന്ന നൃത്തങ്ങളുമുണ്ടായിരിക്കും. 26-ന് ഉത്സവ ദിവസം ബുധനാഴ്ച പ്രത്യേക പൂജകൾക്കു ശേഷം പൂത്താലം, നാദസ്വരം, ശിങ്കാരിമേളം എന്നിവയുടെ അകമ്പടിയോടെ തിരുവാഭരണ ഘോഷയാത്രയും വൈകിട്ട് 2 മണിക്ക് തിടമ്പെഴുന്നള്ളിപ്പും 3:30-ന് കുഞ്ഞുണ്ണി നഗറിൽ നിന്നും തിറ, പൂതൻ, കാള, തെയ്യം, അവതാരം, കരിങ്കാളി, ശിങ്കാരിമേളം, ബാൻഡ് മേളം എന്നിവയുടെ അകമ്പടിയോടുകൂടി വേലകയറ്റവും ഉണ്ടാകും. പുലർച്ചെ മധുതാലമെഴുന്നള്ളിപ്പും പൊങ്ങിലടി, ഗുരുതിതർപ്പണം എന്നിവയോടെ കൊടിയിറക്കി നടയടയ്ക്കുന്നതോടെ വേലമഹോത്സവത്തിന് സമാപനമാകും. പൂജകൾക്ക് ക്ഷേത്രം ശാന്തി ബിജു നെല്ലിപ്പള്ളി നേതൃത്വം നൽകും. ക്ഷേത്രം പ്രസിഡന്റ് കരിപ്പോട്ട് ശിവദാസൻ, സെക്രട്ടറി കൊഴപ്പാമഠം വിജയൻ, ട്രഷറർ ചേന്ദ്രാൻ ഗോപി തുടങ്ങിയവരും മാതൃസമിതി അംഗങ്ങളും പരിപാടികൾക്ക് നേതൃത്വം നൽകും. പഴുന്നാന ഐനൂർകുന്നിൽ നിന്നുള്ള അപകടകരമായ മണ്ണെടുപ്പിനെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച ബഹുജന റാലി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് നിന്നുള്ള മണ്ണെടുപ്പ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തതും നാട്ടുകാരുടെ സ്വൈര്യജീവിതത്തിന് ഭീഷണി സൃഷ്ടിക്കുന്നതുമാണെന്ന് ഐനൂർ കുന്ന് സംരക്ഷണ സമിതി ഭാരവാഹികൾ ആരോപിച്ചു. കുന്നിന്റെ ഘടനയും ചെരിവും പഠിക്കാതെയും മണ്ണ് ഖനനം ചെയ്യാൻ അനുമതി നൽകിയ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടിയും വിജിലൻസ് അന്വേഷണവും വേണമെന്നും ഈ ഉത്തരവ് റദ്ദാക്കണമെന്നും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. 600-ൽ പരം വീടുകളുള്ള SSC കോളനിയും ശ്മശാനവും അങ്കണവാടിയും പഞ്ചായത്ത് വക കുടിവെള്ള വാട്ടർ ടാങ്കും ഹയർ സെക്കൻഡറി സ്കൂളും ക്ഷേത്രവും നിലനിൽക്കുന്നുണ്ട്. മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശത്ത് മണ്ണെടുപ്പ് മുന്നോട്ടു പോയാൽ നാടിന്റെ പരിസ്ഥിതി സന്തുലനം ഗുരുതരമായി തകരാറിലാകുമെന്ന് ഐനൂർ കുന്ന് സംരക്ഷണ സമിതി ഭാരവാഹികളായ KM ഷഹീദ്, PK ഉമ്മർ, ജലീൽ പഴുന്നാന, വിൽസൺ പുലിക്കോട്ടിൽ, സുബിത സുധീഷ് എന്നിവർ പറഞ്ഞു. അതുപോലെ തന്നെ വില്ലേജിൽ നിന്നും പഞ്ചായത്തിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് അവരെ അവിടുന്ന് മാറ്റി പാർപ്പിക്കുന്നുണ്ട്. അതിന് കാരണം അതിന്റെ തൊട്ട ബാക്കിൽ കുന്നിടിച്ച് ഇതിന് മുൻകാലങ്ങളിൽ മണ്ണെടുത്ത് പോയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ആശങ്ക നിലനിൽക്കുന്നത്. നിലവിൽ അവർ മണ്ണിടിച്ച് ഇടിഞ്ഞ് വീണിട്ടുണ്ട്. അതായിരുന്നു ഞങ്ങളുടെ ആശങ്ക. അത് തുടരുമോ എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കാണാന്നുള്ളതാണ്. കരിക്കാട് ചേറു മെമ്മോറിയൽ ലോവർ പ്രൈമറി സ്കൂളിന്റെ 98ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃദിനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പുതുതായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടത്തി. രംഗോലി 2025 എന്ന പേരിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS നിർവഹിച്ചു. അക്കാഡമിക് ആയിട്ടുള്ള രീതിയിലായാലും പാഠ്യപദ്ധതിയാണ് നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ മറ്റെല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും എഡ്യൂക്കേഷൻ്റെ കൂടെ തന്നെ ഈക്വലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് കുട്ടികളെ വളർത്തണം എന്നുള്ളതാണ്. പിന്നെ അവരുടെ ഇഷ്ടം വെച്ചിട്ട് നമ്മുടെ ആ ഒരു സപ്പോർട്ട് സിസ്റ്റം നമ്മൾ കൊടുക്കേണ്ടതാണ്. ഓരോരുത്തരുടെ ടാലൻറ്റ് ഡിഫറൻ്റ് ആണ്. ഇവിടത്തേക്കുള്ള ഓരോരുത്തരും യൂണീക്കാണ്. അപ്പോൾ അവരുടെ ക്വാളിറ്റീസ് മനസ്സിലായിട്ട് ടാലൻറ്റ് മനസ്സിലായിട്ട് ആ ഒരു ഫീൽഡിലോട്ട് എത്താനുള്ള സപ്പോർട്ടും എല്ലാവരുടെ ഭാഗത്തുനിന്നും കൊടുക്കേണ്ടതാണ്. കൂടാതെ കലോത്സവത്തിലും കായിക തലത്തിലും സംസ്ഥാന തലത്തിൽ മിന്നും വിജയമാണ് വിദ്യാർത്ഥികൾ നൽകിയതെന്നും അതിൽ തനിക്ക് അഭിമാനവും സന്തോഷവുമുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കളക്ടർ പറഞ്ഞു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് BK ഹരിനാരായണൻ, തൃശൂർ DDE അജിതകുമാരി എന്നിവർ മുഖ്യാതിഥികളായി. ഒരു പക്ഷെ ആദ്യമായിട്ടാണ് ഒരു കളക്ടർ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്ന് ഒരു ചടങ്ങിന് പങ്കെടുക്കുന്നത്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറുമ്പോൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ ഈ ഒരു പരിപാടിയിലേക്ക് വന്ന അർജുൻ പാണ്ഡ്യൻ IASന് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്ന ഡോക്ടർ ഷമീർ C സുലൈമാൻ, ഡോക്ടർ ഫാത്തിമ ഇബ്രാഹിം, ബഹുമുഖ പ്രതിഭ അഭിനയ ഗഫൂർ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ എൻഡോമെന്റ് വിതരണവും ചൊവ്വന്നൂർ BRC BPC അനീഷ് ലോറൻസ് പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് മൊമന്റോകളും വിതരണം ചെയ്തു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജയകുമാർ പുളയ്ക്കൽ, ബിന്ദു ധർമ്മൻ, പഞ്ചായത്ത് മെമ്പർമാരായ ഉഷ V, സൗദ അബൂബക്കർ, PTA പ്രസിഡന്റ് ഷബീർ AV, സ്കൂൾ മാനേജർ PT ടെറിഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായിരുന്നു. അമ്മയാണ് വിൽക്കുന്നത്, നമുക്ക് എങ്ങനെയാ മനസ്സിലാവും? തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IASനോടൊപ്പം സെൽഫി എടുത്ത കുരുന്നുകൾ. കരിക്കാട് ചേറു മെമ്മോറിയൽ LP സ്കൂളിലെ വാർഷികാഘോഷത്തിനെത്തിയപ്പോഴായിരുന്നു കുഞ്ഞുങ്ങൾ കളക്ടർക്കൊപ്പം സെൽഫി എടുത്തത്. സ്കൂളിലേക്ക് എത്തിയ കളക്ടറെ കുട്ടികൾ ആവേശത്തോടെ കൈയടിച്ചാണ് സ്വീകരിച്ചത്. ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം നമുക്കൊരു സെൽഫി എടുക്കാമോ എന്ന് കളക്ടർ കുട്ടികളോട് ചോദിച്ചതോടെ കുട്ടികൾക്കത് ആഹ്ലാദമായി. കളക്ടറുടെ സൗഹാർദ്ദപരമായ പെരുമാറ്റം കുട്ടികൾക്ക് പ്രചോദനം കൂടിയായി മാറി. പുന്നേർകുളം രാമരാജ UP സ്കൂൾ 135ാം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടത്തി. വൈവിധ്യമാർന്ന പരിപാടികളോടെയായിരുന്നു വാർഷികാഘോഷം. മാനേജർ TP ഉണ്ണി പതാക ഉയർത്തി. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വ്യത്യസ്ത ഡ്രസ് കോഡുകളിൽ അണിനിരന്ന വിളംബര റാലി ഹെഡ്മാസ്റ്റർ AA സജിത് ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് കരാട്ടെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചു നടന്ന കരാട്ടെ റീൽസ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വിവിധ കരാട്ടെ മത്സരങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ MPTA പ്രസിഡന്റ് ഷഹന, പൂർവ്വ വിദ്യാർത്ഥി രാജൻ എന്നിവർ ഉപഹാരം നൽകി ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം രാമരാജ ഓൾഡ് സ്റ്റുഡൻസ് യൂണിയൻ സെക്രട്ടറി P രാമദാസ് ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥികളായ ജലീൽ, രാജൻ എന്നിവരുടെ സംഗീത കച്ചേരിയുമുണ്ടായി.
മിനി, സിജോ, മേഘ എന്നിവർ സംസാരിച്ചു. കിൻഡർ ഗാർട്ടൻ വിദ്യാർത്ഥികളുടെ കലാവിരുന്ന് പ്രശസ്ത ഗായകൻ സലീം കോടത്തൂർ ഉദ്ഘാടനം ചെയ്തു. KM പ്രകാശൻ, PM സിജോ, ഷഫീന എന്നിവർ സംസാരിച്ചു. സലീം കോടത്തൂരിനുള്ള ഉപഹാരം ഹെഡ്മാസ്റ്റർ സജിത് AA സമ്മാനിച്ചു. വൈകിട്ടു നടന്ന കലാസന്ധ്യ തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഗായകനും ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഫെയിം വിമോജ് മോഹൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. മാനേജർ TP ഉണ്ണി അധ്യക്ഷത വഹിച്ചു. KR അനീഷ് മാസ്റ്റർ, ഫൈസൽ മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാഗസിൻ മുഖചിത്ര പ്രകാശനം സാഹിത്യകാരൻ അബ്ദുൾ പുന്നയൂർക്കുളം നിർവഹിച്ചു. സ്തുത്യർഹ സേവനത്തിനു ശേഷം വിരമിക്കുന്ന ഹെഡ്മാസ്റ്റർ സജിത്തിനുള്ള യാത്രയപ്പ് ചടങ്ങ് വാർഡ് മെമ്പർ ഗോകുൽ അശോക് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് വിനികുമാർ NG അധ്യക്ഷത വഹിച്ചു. KM പ്രകാശൻ, P രാമദാസ്, രാജീവ് മാസ്റ്റർ, KA കബീർ മാസ്റ്റർ, ഷഹന, അഞ്ജലി, സ്കൂൾ ലീഡർ ആദിനാഥ് VP എന്നിവർ സംസാരിച്ചു. PTA പ്രതിനിധികളും അധ്യാപകർ തുടങ്ങി വിവിധ ഉപഹാരങ്ങൾ സമർപ്പിച്ച ശേഷം സജിത് മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഈ വർഷം വിവിധ തലങ്ങളിൽ മികച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങളും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു. 2023-24 വർഷത്തെ വിനോദിനിയമ്മ മെമ്മോറിയൽ ബെസ്റ്റ് സ്റ്റുഡൻറ്റിനുള്ള ഗോൾഡ് മെഡൽ അവാർഡ് ആർദ്ര P സുധീഷിന് PTA പ്രസിഡന്റ് വിനികുമാർ സമ്മാനിച്ചു. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ് യൂണിയൻ ഏകതയും ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റലും ചേർന്നാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തിയത്. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ J. ബിൻസി ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യ മരുന്നുകൾ, കീഹോൾ ശസ്ത്രക്രിയ ഇളവുകൾ, തുടർ ചികിത്സാ സൗകര്യങ്ങൾ എന്നിവ നൽകിയിരുന്നു. ഐ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ശിഖ രാധാകൃഷ്ണൻ, സ്റ്റാഫ് കോർഡിനേറ്റർ ഡോക്ടർ ജസ്റ്റിൻ PJ, യൂണിയൻ ചെയർപേഴ്സൺ റിമ ഫൈസൽ, ജിലേർ C. ഗീവർ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ 300ഓളം പേർ പങ്കെടുത്തു. തൊഴിയൂർ CMUP സ്കൂൾ 177-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃദിനവും ആഘോഷിച്ചു. പൊതുസമ്മേളനം തൊഴിയൂർ സഭാമേലധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം നിർവഹിച്ചു. സഭാ കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ TS സിനോജ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. സ്റ്റാഫ് സെക്രട്ടറി ALCG റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, ആത്മായ ട്രസ്റ്റി ഗീവർ മാണി, സഭാ സെക്രട്ടറി ബിനോയ് P. മാത്യു, എഡ്യൂക്കേഷണൽ ബോർഡ് അംഗം വിവേക് വടക്കൻ, MPTA പ്രസിഡന്റ് ആശ ഷിബു എന്നിവർ പങ്കെടുത്തു. പൂർവ്വ വിദ്യാർത്ഥിയും നാടൻപാട്ടു കലാകാരനുമായ സുനിൽ തൊഴിയൂരിനെ ആദരിച്ചു. MISC എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡ് നേടിയവരെയും SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ പൂർവ്വ വിദ്യാർത്ഥി MS സാനിയെയും ആദരിച്ചു. വാർഡ് കൌൺസിലർ സുഹറ ഹംസമോൻ എൻഡോവ്മെന്റ് വിതരണം നിർവഹിച്ചു. സമ്മേളനത്തിന് ശേഷം കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും കലാപരിപാടികളും അരങ്ങേറി. പ്രധാന അധ്യാപിക സ്റ്റെനി K. സ്റ്റീഫൻ സ്വാഗതവും PTA പ്രസിഡന്റ് KV നിർമ്മൽ നന്ദിയും പറഞ്ഞു. കണ്ടാണിശ്ശേരി MSS UP സ്കൂളിന്റെ 57-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃദിനാഘോഷവും പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് മുഖ്യാതിഥിയായി. അധ്യാപക പ്രതിനിധി ഷിജി K. വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ പ്രതിഭകളെ ആദരിക്കലും ഉജാല അവാർഡ് വിതരണവും നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ജയന്തി രാധാകൃഷ്ണൻ എൻഡോവ്മെന്റ് വിതരണം ചെയ്തു. പഞ്ചായത്ത് അംഗം ഷീബ ചന്ദ്രൻ, സ്കൂൾ പ്രധാനാധ്യാപിക VN സിന്ധു ടീച്ചർ, PTA പ്രസിഡന്റ് M. കൃഷ്ണകുമാർ, MPTA പ്രസിഡന്റ് അശ്വതി ഷിജി, എക്സൽസിയർ LP സ്കൂൾ പ്രധാനാധ്യാപിക CK ലില്ലി, കണ്ടാണിശ്ശേരി ഗ്രാമീണ വായനശാല സെക്രട്ടറി VD ബിജു, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് TK സുവീഷ്, റെഡ് ആർമി ക്ലബ് സെക്രട്ടറി TV ബിബിൻ, കലാസമിതി സെക്രട്ടറി PR ബൈജു, സാരഥി ക്ലബ് സെക്രട്ടറി CV സജീഷ്, പുലരി ക്ലബ്ബ് സെക്രട്ടറി T. ജിതിൻ ദാസ്, സ്കൂൾ ലീഡർ KP ഇതിഹാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. അഞ്ചങ്ങാടി വളവിൽ നിന്ന് ആരംഭിച്ച പ്രകടനം സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം AH അക്ബർ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ C. സുമേഷ്, M. കൃഷ്ണദാസ്, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, കടപ്പുറം പഞ്ചായത്ത് മെമ്പർമാരായ പ്രസന്ന ചന്ദ്രൻ, റാഹില വഹാബ് എന്നിവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റൻ TT ശിവദാസൻ, വൈസ് ക്യാപ്റ്റൻ NK അക്ബർ, മാനേജർ ഷീജ പ്രശാന്ത് എന്നിവർ നയിക്കുന്ന ജാഥയ്ക്ക് സിദ്ദിഖ് പള്ളി പരിസരത്തും സ്വീകരണം നൽകി. തുടർന്ന് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി. വൈകിട്ട് അണ്ടത്തോട് സമാപിച്ചു.
CPIM കുന്നംകുളം ഏരിയ ജാഥയുടെ പര്യടനത്തിന് തുടക്കമായി. കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കും വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെതിരായും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരുടെ ധിക്കാരങ്ങൾക്കുമെതിരെ CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കാൽനട പ്രചരണ ജാഥയുടെ പര്യടനം പുതുച്ചേരിയിൽ നിന്നാണ് ആരംഭിച്ചത്. ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ ക്യാപ്റ്റനായും ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉഷ പ്രഭുകുമാർ വൈസ് ക്യാപ്റ്റനായും MN സത്യൻ മാനേജറുമായിട്ടുള്ള ജാഥ വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 5-ന് കേച്ചേരിയിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം പ്രൊഫസർ C. രവീന്ദ്രനാഥാണ് ഉദ്ഘാടനം ചെയ്തത്. വെള്ളി ശനി ദിവസങ്ങളിൽ ജാഥ ഏരിയയിലെ മുഴുവൻ ലോക്കൽ കേന്ദ്രങ്ങളിലും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. കടവല്ലൂർ പഞ്ചായത്തിലെ കല്ലുംപുറത്ത് സമാപിക്കും. വെള്ളിയാഴ്ച ജാഥ പുതുശ്ശേരിയിൽ നിന്നാരംഭിച്ച് ചൂണ്ടൽ, കൂനമൂച്ചി, മറ്റം, കണ്ടാണശ്ശേരി, ചെമ്മണ്ണൂർ എന്നിവിടങ്ങളിൽ സ്വീകരണങ്ങളും ഏറ്റുവാങ്ങി ആനായിക്കൽ സമാപിക്കും. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ കെ കൊച്ചനിയൻ, വൈസ് ക്യാപ്റ്റൻ ഉഷ പ്രഭുകുമാർ, മാനേജർ MN സത്യൻ എന്നിവർക്കു പുറമെ ജില്ലാ കമ്മിറ്റി അംഗം M. ബാലാജി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PG ജയപ്രകാശ്, CG രഘുനാഥ്, MB പ്രവീൺ, KB ജയൻ, പത്മം വേണുഗോപാൽ, സീതാ രവീന്ദ്രൻ, KS സൈഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ശനിയാഴ്ച കിഴൂരിൽ നിന്നാരംഭിച്ച് മങ്ങാട്, ചിറക്കൽ, പഴഞ്ഞി, കരിക്കാട് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് ജാഥ കല്ലുംപുറത്ത് സമാപിക്കും. സമാപന സമ്മേളനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിനു മുന്നിൽ ദിവസങ്ങളോളമായി രാപ്പകൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച് കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പേൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായി. മഹിളാ കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ദീപ രാമചന്ദ്രൻ, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവുട്ടി ചിറമനേങ്ങാട്, PC ഗോപാലകൃഷ്ണൻ, MH നൌഷാദ്, പോഷക സംഘടനാ ഭാരവാഹികളും സംസാരിച്ചു. എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിൽ സദ്വാർത്ത കൺവെൻഷൻ ആരംഭിച്ചു. വൈകിട്ട് 5 മുതൽ 9:30 വരെ നടക്കുന്ന കൺവെൻഷന് കറുകുറ്റി കർമ്മലീത്ത സഭാ വൈദികനായ ബോസ്കോ ഞാലിയത്താണ് നേതൃത്വം നൽകുന്നത്. വിശുദ്ധ കുർബാനയോടെയായിരുന്നു തുടക്കം. കുമ്പസാരം, വിടുതൽ ശുശ്രൂഷ, വചന സന്ദേശം, ആരാധന എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. 32 വർഷങ്ങൾക്ക് ശേഷമാണ് മങ്ങാട് പള്ളിയിൽ കൺവെൻഷൻ നടക്കുന്നത്. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ, സംഘാടക സമിതി കൺവീനർ ഷിബു ജോർജ്, ജോയിന്റ് കൺവീനർ PL വർഗീസ്, കൈക്കാരന്മാരായ CN ഫ്രാൻസിസ്, ജോസഫ് മണ്ടുബാൽ, വർഗീസ് നീലങ്കാവിൽ എന്നിവർ നേതൃത്വം നൽകി. കൺവെൻഷൻ ഞായറാഴ്ച സമാപിക്കും. മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിൽ നടക്കുന്ന സദ്വാർത്ത കൺവെൻഷന് മുന്നോടിയായി ഹോം മിഷൻ നടന്നു. തൃശൂർ FCC അസിസി പ്രൊവിൻസിലെ 65 സിസ്റ്റർമാർ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഹോം മിഷന് നേതൃത്വം നൽകി. ഇടവകയിലെ 12 യൂണിറ്റിൽ നിന്നുള്ളവർ സമാപന ദിനത്തിൽ ജപമാല പ്രദക്ഷിണമായി ദേവാലയത്തിൽ എത്തിച്ചേരുകയും ദിവ്യകാരുണ്യ ആരാധന നടത്തുകയും ചെയ്തു. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഫോൺസി FCC, സിസ്റ്റർ ഉഷസ്, സിസ്റ്റർ അനീറ്റ എന്നിവർ നേതൃത്വം നൽകി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നടക്കുന്ന കൺവെൻഷൻ കറുകുറ്റി ധ്യാന കേന്ദ്രം ഡയറക്ടർ ബോസ്കോ ഞാളിയത്ത് നയിക്കും. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ, കൺവെൻഷൻ കൺവീനർ ഷിബു ജോസഫ് ജോർജ്, ജോയിന്റ് കൺവീനർ PL വർഗീസ്, കൈക്കാരന്മാരായ CN ഫ്രാൻസിസ്, ജോസഫ് മണ്ടുമ്പാൽ, വർഗീസ് നീലങ്കാവിൽ എന്നിവർ നേതൃത്വം നൽകും. വടക്കേക്കാട് തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ 1987 SSLC ബാച്ച് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സഹപാഠിക്കൊരു സ്വപ്നവീട് എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള ഭവനത്തിന്റെ താക്കോൽ കൈമാറ്റം ഞായറാഴ്ച സ്കൂൾ അങ്കണത്തിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വടക്കേക്കാട് സ്വദേശിയായ സഹപാഠിക്ക് വേണ്ടിയാണ് സ്വപ്നഭവനം ഒരുക്കിയത്. 3.5 സെന്റ് സ്ഥലത്ത് 320 സ്ക്വയർ ഫീറ്റിൽ 5.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഭവനം നിർമ്മിച്ചത്. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ താക്കോൽ കൈമാറ്റം നിർവഹിക്കും. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, സ്കൂൾ PTA പ്രസിഡന്റും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറുമായ ബിജു പള്ളിക്കര, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷയും വാർഡ് മെമ്പറും കൂടിയായ രുക്മിയ സുധീർ, സ്കൂൾ പ്രധാനാധ്യാപിക ജിഷ തുടങ്ങിയവർ പങ്കെടുക്കും. 4 മാസം കൊണ്ടാണ് വീട് നിർമ്മാണം പൂർത്തീകരിച്ചത്. 87 SSC ബാച്ച് ഗ്രൂപ്പ് പ്രസിഡന്റ് ശശി സൗപർണിക, സെക്രട്ടറി സുരേഷ് ആലുക്കൽ, ഗ്രൂപ്പ് പ്രവാസി കോർഡിനേറ്റർ NV അബ്ദുൾ മൻസൂർ, KM രാധാകൃഷ്ണൻ, VK സിദ്ദിഖ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഭൂനികുതി 50% കുത്തനെ ഉയർത്തിയ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് നിർദ്ദേശത്തിനും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ പുന്നേർകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മുതിർന്ന നേതാവ് P. ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PP ബാബു അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി AM അലാവുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി.
കുന്നത്തൂർ പാർട്ടി ഓഫീസിന് മുൻപിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളും യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് ഭാരവാഹികളും നേതൃത്വം നൽകി. പി രാജൻ ആമുഖ പ്രഭാഷണം നടത്തി. മുൻ മണ്ഡലം പ്രസിഡന്റ് ആലത്തയിൽ മൂസ സ്വാഗതവും ധർമ്മൻ നന്ദിയും പറഞ്ഞു. വാഗ മാലതി UP സ്കൂളിന്റെ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃദിനവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. സ്കൂൾ ഹാളിൽ നടന്ന വാർഷികാഘോഷം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഭരണസമിതി ചുമതലയേറ്റ് 4 വർഷം പിന്നിടുമ്പോൾ കഴിഞ്ഞ 4 വർഷക്കാലത്തും ഉള്ള പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന സ്വരാജ് ട്രോഫി സ്ഥിരമായി കൃത്യമായി കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് സന്തോഷകരമാണ്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ ഒരു അവാർഡ് ലഭിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ അവാർഡ് ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള വികസന പ്രക്രിയകൾ പിന്നെ അടുത്ത വർഷവും അതിനടുത്ത വർഷവും പിറ്റത്തെ വർഷവും കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു സുസ്ഥിര വികസനത്തിന്റെ മാതൃകയാണ് നമ്മുടെ ഇടവഴി. PTA പ്രസിഡന്റ് EO സോജൻ അധ്യക്ഷനായി. സ്റ്റാഫ് പ്രതിനിധി PV വിജി ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം രാജീവ് മണികണ്ഠൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് സത്യൻ പാറപ്പുറത്ത്, PTA വൈസ് പ്രസിഡന്റ് KO ബാബു, MPTA പ്രസിഡന്റ് ബുഷറ ജമാൽ, സ്റ്റാഫ് പ്രതിനിധികളായ KS മിനി, KM ഷംന, സ്കൂൾ ലീഡർ PD ഷാദിൽ എന്നിവർ സംസാരിച്ചു. സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പ്രധാനാധ്യാപിക KP ഷീജ, UP വിഭാഗം അധ്യാപിക CB പ്രീന എന്നിവർക്ക് മുല്ലശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ ചാക്കോ ഉപഹാരം സമർപ്പിച്ചു. ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ സംഗീത ശ്രീജിത്ത് എൻഡോമെന്റ് വിതരണം നടത്തി. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സ്കൂൾ മാനേജർ വാസന്തി സതീശൻ സമ്മാനദാനം നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പറവകൾക്ക് സ്നേഹ തണ്ണീർക്കുടം പദ്ധതിയുടെ ബ്രോഷറിന്റെ പ്രകാശന കർമ്മം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്നു. SHO UK ഷാജഹാൻ പ്രകാശനം നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് N, പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ, ജില്ലാ സെക്രട്ടറി മിഷ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് സെന്റർ റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന മുറിച്ചിട്ട മരക്കഷ്ണങ്ങൾ യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയോരത്ത് വെള്ളറക്കാട് പള്ളിക്ക് മുന്നിലായാണ് മരക്കഷ്ണങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത്. വഴിയരികിൽ നിന്നുള്ള ആൽമരത്തിൽ കൊക്കുകൾ കൂടുകൂട്ടിയതിനെ തുടർന്ന് വഴിയാത്രക്കാർക്ക് ശല്യമായി മാറിയിരുന്നു. നാട്ടുകാരുടെ നിരന്തരമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാസങ്ങൾക്ക് മുമ്പാണ് ആൽമരം മുറിച്ചത്. എന്നാൽ റോഡരികിൽ കൂട്ടിയിട്ട തടിക്കഷ്ണങ്ങൾ മാറ്റാൻ അധികൃതർ തയ്യാറാകുന്നില്ല. പള്ളിയിലേക്ക് വരുന്നവർ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർ ഇവിടെ എത്തിയാൽ റോഡിലേക്ക് കയറി നടക്കേണ്ട സാഹചര്യമാണ്. തടിക്കഷ്ണങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടി എത്രയും പെട്ടെന്ന് കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ INTUC കടങ്ങോട് യൂണിറ്റ് പ്രസിഡന്റ് PB ഷമീർ, സെക്രട്ടറി CK ജാക്സൺ എന്നിവർ പഞ്ചായത്ത് സെക്രട്ടറിക്കും ട്രീ കമ്മിറ്റിക്കും അപേക്ഷ നൽകിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും കൂമ്പാറായിട്ട് കിടക്കുന്നത് 1 മാസത്തോളമായി കിടക്കാൻ തുടങ്ങിയിട്ട്. ഇത് PWD റോഡാണ്. PWD അനുമതി മേടിച്ചിട്ടാണ് പഞ്ചായത്താണ് ഇത് മുറിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് മുറിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് അത് നീക്കം ചെയ്യേണ്ട ചുമതലയുണ്ട്. അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് സംസാരിച്ചപ്പോൾ പറയണത് ഇത് മുറിച്ചു ഇട്ടിട്ടുള്ളത് അവരെ കൊണ്ട് മാറ്റിക്കാൻ PWD പറഞ്ഞിട്ട് ചെയ്യിക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. 1 മാസമായി ഇത്. ഒരു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. ഇവിടെ ആൾക്കാർക്ക് കുരിശുപള്ളിക്ക് പോകാനും നടന്നു പോകുന്ന വഴിയാണ്. പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ഇത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് INTUC ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയന്റെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് എത്രയും വേഗം ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കടങ്ങോട് പഞ്ചായത്ത് 17-ാം വാർഡ് ADSന് കീഴിൽ ഫ്രണ്ട്സ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരുമ കേറ്ററിംഗ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി മുഖ്യാതിഥിയായി. പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ സൗമ്യ സുരേഷ് അധ്യക്ഷത വഹിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ റജുല അബ്ദുൽ വഹാബ് ആശംസകൾ നേർന്നു. ADS അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഫ്രണ്ട്സ് കുടുംബശ്രീയിലെ ഉമൈബ, ഷെറീന, ഫൗസിയ,
ബിജി എന്നിവർ ചേർന്നാണ് സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. കടങ്ങോട് CDSന്റെ സഹകരണത്തോടെ രജിസ്ട്രേഷൻ നടത്തിയാണ് സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. വിവിധ ആഘോഷ പരിപാടികൾക്കായി രുചികരമായ ഭക്ഷണം എത്തിച്ച് നൽകുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത്. കഠിനമാകുന്ന വേനൽ ചൂടിൽ പക്ഷികൾക്ക് ദാഹജലം കരുതി കുന്നംകുളം ബദനി സെന്റ് ജോൺ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് ഐസി പ്രകൃതിയെയും പക്ഷിമൃഗാദികളെയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു. കോട്ടൂൽ വില്ലന്നൂർ മഹല്ല മൊഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെ ഗോൾഡൻ ജൂബിലി പ്രഖ്യാപനവും മജ്ലിസുന്നർ വാർഷികവും നടത്തി. SMF ജില്ലാ പ്രസിഡന്റ് AV അബൂബക്കർ ഗാസിമി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. പന്നിത്തടം ജുമാ മസ്ജിദ് ഖത്തീബ് സ്വാലി അൻവരി ചേകന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി. മഹല്ല് ഖത്തീബ് മുസ്തഫ ഫൈസി ഗോൾഡൻ ജൂബിലി പദ്ധതി പ്രഖ്യാപനവും മഹല്ല് രക്ഷാധികാരി NP അബ്ദുൽ ഖാദർ ഹാജി ലോഗോ പ്രകാശനവും നിർവഹിച്ചു. മജ്ലിസുന്നൂർ ജില്ലാ അമീർ കരീം ഫൈസി മജ്ലിസുന്നൂർ നേതൃത്വം നൽകി. അബു മുസ്ലിയാർ കരിക്കാട്, അബ്ദുൽ ഖാദർ ഹാജി കൊരട്ടിക്കര, ഷംസുദ്ദീൻ വെട്ടിക്കടവ്, അബ്ദുൾ ലത്തീഫ് ഹാജി, റഫീഖ് MK, അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഷംസുദ്ദീൻ TA സ്വാഗതവും PA കരീം നന്ദിയും പറഞ്ഞു. പുന്നേർകുളം അണ്ടത്തോട് GMLP സ്കൂൾ 165-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. അണ്ടത്തോട് പഞ്ചായത്ത് VP മാമു ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷത വഹിച്ചു. കടലിൽ അകപ്പെട്ട വിദ്യാർത്ഥിയെ സാഹസികമായി രക്ഷിച്ച നൌഷാദിനെ മൊമന്റോ നൽകി ചടങ്ങിൽ ആദരിച്ചു. ഗായകൻ ഷുഹൈബ് ജറീൻ മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപിക റസിയ ടീച്ചർ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മന്നലാങ്കുന്ന് മുഹമ്മദ് ഉണ്ണി, പുന്നൂർകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ, വാർഡ് മെമ്പർമാരായ PS അലി, KH ആബിദ്, ബുഷറ നൌഷാദ്, PTA പ്രസിഡന്റ് നവാസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെയും പ്രദേശത്തെ അങ്കണവാടി കുട്ടികളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. അധ്യാപകരും കമ്മിറ്റി ഭാരവാഹികളും രക്ഷിതാക്കളും പരിപാടികൾക്ക് നേതൃത്വം നൽകി. PTA ഭാരവാഹികളായ V മൈൻകുട്ടി, അബ്ദുസമദ്, AK മുക്താർ, മുസ്തഫ, മുനീറ റഷീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. തിരുത്തിക്കാട് ഭാരത് മാതാ ലോവർ പ്രൈമറി സ്കൂളിന്റെ 70-ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷവും MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക TG ജയമോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉപഹാരം നൽകി അനുമോദിച്ചു. സ്കൂൾ സംരക്ഷണ സമിതി ചെയർമാൻ PG ജയപ്രകാശ്, OSA പ്രതിനിധി വേലായുധൻ മാസ്റ്റർ, MPTA പ്രസിഡന്റ് ഷബ്ന KM, സ്കൂൾ ലീഡർ MG നീരജ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ മാനേജർ കണിച്ചേരി അച്യുതാനന്ദൻ സ്വാഗതവും PTA പ്രസിഡന്റ് PP ലിജി നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ഉപജീവനം പദ്ധതിയുടെ ഭാഗമായി തയ്യൽ മെഷീൻ വിതരണം ചെയ്തു. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചലന പരിമിതിയുള്ള ദൃശ്യ PS എന്ന വിദ്യാർത്ഥിനിയുടെ അമ്മ ബീന സുഗുവിനാണ് തയ്യൽ മെഷീൻ നൽകിയത്. ഉപജില്ലാ കലോത്സവത്തിന് സ്കൂളിൽ നടത്തിയ തട്ടുകടയിൽ നിന്ന് ലഭിച്ച വരുമാനമാണ് ഉപയോഗിച്ചത്. NSS വോളണ്ടിയർമാർ പുസ്തക ചലഞ്ചിലൂടെ ശേഖരിച്ച 22,000 രൂപയുടെ പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിക്ക് കൈമാറി. നഗരസഭാ കൌൺസിലർ ലബീബ് ഹസൻ, BPC അനീഷ് ലോറൻസ്, PTA പ്രസിഡന്റ് P മണികണ്ഠൻ, TA പ്രേമരാജൻ, പ്രിൻസിപ്പൽ VB ശ്യാം, പ്രോഗ്രാം ഓഫീസർ ശ്രീജ ശശിധരൻ, വോളണ്ടിയർ ലീഡർമാരായ ഐശ്വര്യ മാർട്ടിൻ, MV വിഷ്ണു എന്നിവർ സംസാരിച്ചു. പെരുമ്പിലാവ് അൻസാർ സ്പ്രൗട്ട്സ് പ്രീ സ്കൂളിൽ സേവർ ദി ഫ്ലേവർ എന്ന പേരിൽ രക്ഷിതാക്കൾക്കായുള്ള ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഷൈനി ഹംസ ഉദ്ഘാടനം ചെയ്തു. പഴയകാല വിഭവങ്ങളും ഭക്ഷ്യമേളയിൽ ശ്രദ്ധ നേടി. പഴയകാല വേഷവിധാനങ്ങൾ അണിഞ്ഞ് കുട്ടികളും താരങ്ങളായി. ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന പുഡിംഗ് മത്സരത്തിൽ ഷെഫ്ന 1-ാം സ്ഥാനവും ഹസീന, ജഹാന എന്നിവർ യഥാക്രമം 2, 3 സ്ഥാനങ്ങൾ നേടി. അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ്, പ്രിൻസിപ്പൽ EM ഫിറോസ്, PRO മസൂദ് അലി എന്നിവർ നേതൃത്വം നൽകി. ഓൾ കേരള ടൈലറിംഗ് അസോസിയേഷൻ കണ്ടാണശ്ശേരി ഏരിയ പ്രതിനിധി സമ്മേളനം നടന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗവും തൃശൂർ ജില്ലാ ട്രഷററുമായ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ജീന ബാബു അധ്യക്ഷയായി. മറ്റം സെന്ററിൽ പതാക ഉയർത്തിയ ശേഷം പ്രതിനിധികൾ പ്രകടനമായാണ് സമ്മേളനവേദിയിലേക്ക് എത്തിയത്.
ഏരിയ സെക്രട്ടറി PJ ജോൺസൺ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഉഷ തോമസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം AR അരവിന്ദാക്ഷൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തയ്യൽ തൊഴിലാളികളെ ESI പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നും ക്ഷേമനിധി പെൻഷൻ കുടിശ്ശികയില്ലാതെ 5000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും വന്യജീവി ആക്രമണത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കണമെന്നും റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നും സമ്മേളനം പ്രമേയങ്ങളിലൂടെ ആവശ്യപ്പെട്ടു. സുശീല സതീശൻ, PA ജോളി, മെർലി വർഗീസ് എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. കണ്ടാണിശ്ശേരി ഏരിയയിലെ മറ്റം, നമ്പഴിക്കാട്, വാഗ, ചേലൂർ, എളവള്ളി, പൂവത്തൂർ എന്നിങ്ങനെ 6 യൂണിറ്റുകളിൽ നിന്നായി 250ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജീന ബാബു പ്രസിഡന്റ്, PJ ജോൺസൺ സെക്രട്ടറി, സുശീല സതീഷ് ട്രഷറർ എന്നിവർ ഭാരവാഹികളായി 25-അംഗ കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. PT നിത്യ, സിജി ബാബു, മെർലി വർഗീസ് എന്നിവർ സംസാരിച്ചു. മെമ്പർഷിപ്പ് വർദ്ധിപ്പിച്ച വാഗ, ചേലൂർ, മറ്റം യൂണിറ്റുകളെയും ഒരു മെമ്പർഷിപ്പ് പോലും കൊഴിഞ്ഞുപോകാതെ മെമ്പർഷിപ്പ് വർദ്ധിപ്പിച്ച മറ്റം, നമ്പഴിക്കാട്, എളവള്ളി എന്നീ യൂണിറ്റുകളെ സമ്മേളനത്തിൽ ആദരിച്ചു. തുടർന്ന് അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. പെൻഷൻ കുടിശ്ശിക അവസാനിപ്പിക്കണമെന്നും പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പുന്നേർകുളം ഏരിയ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് ഹാളിൽ നടത്തിയ സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തേറാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ബിന്ദു സുരേഷ് അധ്യക്ഷയായി. ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ഷാജി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി വിജയകൃഷ്ണൻ കപ്പിയാരത്ത് വാർഷിക റിപ്പോർട്ടും ഏരിയ ട്രഷറർ ബിന്ദു ഉദയൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. 165 പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ മുൻകാല പ്രവർത്തകൻ സദാനന്ദനെ ആദരിച്ചു. മിനി നാരായണൻ സ്വാഗതവും ജയശ്രീ ബാബുരാജ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് തയ്യൽ തൊഴിലാളികളുടെ സ്വന്തം ബ്രാൻഡായ TLT ടൈലർ ടച്ച് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഉണ്ടായിരുന്നു. പുതിയ ഏരിയ പ്രസിഡന്റായി K ലോറൻസിനെയും സെക്രട്ടറിയായി വിജയകൃഷ്ണൻ കപ്പിയാരത്ത്, ട്രഷററായി രമയെയും തെരഞ്ഞെടുത്തു. മുസ്ലിം ലീഗ് പള്ളിക്കുളം മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച സായാഹ്ന ശില്പശാല ദേശീയ സമിതി അംഗം കരീം പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് KM മൊയ്തു ഹാജി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് കുന്നംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി ഗഫൂർ പള്ളിക്കുളം മുഖ്യപ്രഭാഷണം നടത്തി. ദുബായ് KMCC കുന്നംകുളം പ്രതിനിധി സൈഫുദ്ദീൻ മരത്തംകോട് മുഖ്യാതിഥിയായി. ലീഗ് കടവല്ലൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അബു മുസ്ലിയാർ, MSF തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി TK ഷെഫീഖ്, മേഖലാ സെക്രട്ടറി ഉസ്മാൻ അർഷാദ്, ജാബിർ കാര്യാട്ട്, അജ്സൽ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. കോക്കൂർ കടവല്ലൂർ വടക്കുമുറി AMLP സ്കൂൾ 49ാമത് വാർഷികാഘോഷം ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV ഷഹീർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജ്മെന്റ് ട്രസ്റ്റ് കോർഡിനേറ്റർ ബഷീർ കക്കടിക്കൽ അധ്യക്ഷത വഹിച്ചു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിസ പ്രഭാകരൻ മുഖ്യാതിഥിയായി. അധ്യാപിക P ഷീജ സ്കൂൾ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ അഷ്റഫ് കോക്കൂർ, സ്കൂൾ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ K സുന്ദരൻ, MM നാസർ, MPTA പ്രസിഡന്റ് അശ്വതി, ബിബിൻ കോക്കൂർ, ആനന്ദി, സുസ്മി PR തുടങ്ങിയവർ സംസാരിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കോൺവക്കേഷൻ സെറിമണി, വിജയലക്ഷ്മി ടീച്ചർ സ്പോൺസർ ചെയ്ത ക്യാഷ് അവാർഡ് വിതരണം, മികച്ച വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ് തല ട്രോഫി വിതരണം, ഉപജില്ലാ വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. പ്രധാന അധ്യാപിക ബേബി ചാക്കോ സ്വാഗതവും PTA പ്രസിഡന്റ് PT സുധീഷ് നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള പഴഞ്ഞി മോർ ഏലിയാസ് കുടുംബ യൂണിറ്റിന്റെ 14ാം വാർഷിക യോഗം വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. കോട്ടോൽ ജോയ് അപ്പുട്ടിയുടെ ഭവനത്തിൽ നടന്ന വാർഷിക യോഗത്തിൽ മണി ജോയ് റിപ്പോർട്ടും സണ്ണി ചെറിയാൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. യൂണിറ്റ് അംഗങ്ങളുടെ സംഗീതം, ആരാധന, ഗീതം എന്നിവയുണ്ടായി. ബൈബിൾ ക്വിസിൽ ശോഭ സണ്ണി സമ്മാനം നേടി. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. കല്ലുപുറം സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂളിന്റെ 18ാമത് വാർഷികാഘോഷം സിംഫണി 2025 ശനിയാഴ്ച നടക്കും. സ്കൂൾ അങ്കണത്തിൽ വൈകിട്ട് 3 നടക്കുന്ന സിംഫണി കലാമേള വാർഡ് മെമ്പർ നാസർ ഉദ്ഘാടനം ചെയ്യും. കോമഡി ഉത്സവ താരം ചാർലി ബഹറിൻ മുഖ്യാതിഥിയാകും. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ VV അബ്ദുൾ നാസർ അധ്യക്ഷത വഹിക്കും. സ്കൂൾ പ്രിൻസിപ്പാൾ ലിനി ഷിബു, ജോയിന്റ് സെക്രട്ടറി CM സുബൈർ, സെക്രട്ടറി CA ഫറൂഖ്, PTA പ്രസിഡന്റ് അനിൽ K ജോസ്, വൈസ് പ്രസിഡന്റ് സിനിത ബാലകൃഷ്ണൻ എന്നിവർ സംസാരിക്കും. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സമ്മാന വിതരണവും ഉണ്ടാകും.
ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1996-97 SSLC ബാച്ചിന്റെ യു ടേൺ 2025 പ്രഥമ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഞായറാഴ്ച നടക്കും. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10-ന് സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ സജീന ഷുക്കൂർ സംഗമം ഉദ്ഘാടനം ചെയ്യും. പ്രവാസികൾ, വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ തുടങ്ങി 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അക്ഷരമുറ്റത്ത് നിന്ന് പഠിച്ചിറങ്ങിയ 100ഓളം വിദ്യാർത്ഥികൾ ഞായറാഴ്ച ബാല്യകാല സൗഹൃദങ്ങൾ പുതുക്കാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും സ്കൂളിലെത്തും. വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടാകും. 2024-25 അധ്യയന വർഷത്തിലെ ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോണ്ടിസോറി ആൻഡ് പ്രീ പ്രൈമറി TTCയുടെ 10ാമത്തെ ബാച്ചിന്റെ മോണ്ടിസോറി അപ്പാരറ്റ്സിന്റെയും വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള കരകൗശല വസ്തുക്കളുടെയും പ്രദർശനം നടന്നു. എരുമപ്പെട്ടി പ്രൊവിഡൻസ് കോളേജ് പ്രിൻസിപ്പാൾ MV ബാബു ഉദ്ഘാടനം ചെയ്തു. ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിൻസിപ്പൽ അധ്യക്ഷയായി. അധ്യാപകരായ വിവിധ ഗിരീഷ്, KP കാവ്യ, ആരിഫ ഇക്ബാൽ, ഉണ്ണിമായ കണ്ണൻ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,025 രൂപ, പവന് 64,200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 108 രൂപ. ചരമം. അരുവായി പനക്കൽ രാജൻ ഭാര്യ സാറാമ്മ നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടന്നു. സാജൻ, ഷാജൻ എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് ആൽത്തറ തുറക്കപ്പറമ്പിൽ പരേതനായ മുഹമ്മദ് മകൻ കുഞ്ഞു മുഹമ്മദ് നിര്യാതനായി. 65 വയസ്സായിരുന്നു. ഖബറടക്കം പെരുമ്പിലാവ് സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ആമിനയാണ് മാതാവ്. ഫാത്തിമ, സുബൈദ, ഹംസ എന്നിവർ സഹോദരങ്ങളാണ്. കാണിപ്പയ്യൂർ മാന്തോപ്പ് ഇടവന ബാലൻ മകൻ ദിനേശൻ നിര്യാതനായി. 71 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10-ന് കുന്നംകുളം വാതക ശ്മശാനത്തിൽ നടക്കും. വെള്ളാറ്റഞ്ഞൂർ പുത്തൂർ ചാക്കു അന്തോണി നിര്യാതനായി. 99 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളാറ്റഞ്ഞൂർ ഫാത്തിമ മാതാ ദേവാലയത്തിൽ നടന്നു. ജോസഫ്, തങ്കമ്മ, വിൻസെന്റ്, ഷീല എന്നിവർ മക്കളാണ്. വാഗ പുതുക്കുളങ്ങര രാഘവൻ ഭാര്യ ജാനകി നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11 മണിക്ക് എളവള്ളി ശാന്തി തീരം ക്രിമിറ്റോറിയത്തിൽ നടക്കും. പത്മിനി, അനിത, പ്രേമ, ഷിബുമോൻ എന്നിവർ മക്കളാണ്. തെക്കേപ്പുറം കൂർക്കപ്പറമ്പിൽ പരേതനായ ചന്ദ്രശേഖരൻ മകൻ ശരത്ത് നിര്യാതനായി. 34 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. 5 ഭാര്യയും അഹാൻ, അയാൻ എന്നിവർ മക്കളാണ്. ശാന്തയാണ് മാതാവ്. ചാലിശ്ശേരി കൗക്കോട് തെക്കേക്കര കൊല്ലഴി മങ്ങാട്ടുകുട്ടി നാരായണന്റെ ഭാര്യ ചന്ദ്രിക നിര്യാതയായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 8:30-ന് വീട്ടുവളപ്പിൽ നടക്കും. പ്രവീൺ, പ്രവിത എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൊവ്വല്ലൂർപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കൂറ്റൻമാവിന്റെ വലിയ കൊമ്പ് പൊട്ടി വീണ് വ്യാപക നാശം. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും വീടുകളുടെ മതിലുകളും മറ്റും തകർന്നു. CCTV ഉൾപ്പെടെയുള്ളവയുടെ ഫൈബർ കേബിളുകളും നശിച്ചു. ഒരു ഓട്ടോറിക്ഷയ്ക്കും നാശനഷ്ടം. പഴുന്നാന ഐനൂർ കുന്നിൽ അപകടകരമായ മണ്ണെടുപ്പെന്ന് ജനകീയ സമരസമിതി. ഞായറാഴ്ച പ്രതിഷേധ ബഹുജന റാലി സംഘടിപ്പിക്കും. മണ്ണ് ഖനനം ചെയ്യാൻ അനുമതി നൽകിയ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടിയും വിജിലൻസ് അന്വേഷണവും വേണമെന്ന് ഐനൂർ കുന്ന് സംരക്ഷണ സമിതി ഭാരവാഹികൾ. 53 ദേശങ്ങൾക്ക് അധിപയായ അരുവായി ചിറവരമ്പത്തുകാവ് ഭഗവതിയുടെ ക്ഷേത്രത്തിലെ പൂരവേല മഹോത്സവം ഞായർ തിങ്കൾ ദിവസങ്ങളിലായി ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. പൂരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം. കുന്നംകുളം പ്രസ് ക്ലബിന്റെ 20ാമത് മാധ്യമ പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. 2024 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകൾ അവാർഡിനായി സമർപ്പിക്കാം. അവസാന തീയതി മാർച്ച് 15. പുരസ്കാര ജേതാക്കൾക്ക് 10,001 രൂപയും ബലകവും സമ്മാനിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.